അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഇതിനായിട്ട് 250 ml കപ്പിന് 1.25 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കറുത്ത ശർക്കര ഒന്ന് പൊടിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കറുത്ത ശർക്കര ആകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റും കിട്ടും, നല്ലൊരു കളറും ഒക്കെ ഇതിനുണ്ടാവും. അപ്പോൾ അതുണ്ടെങ്കിൽ അത് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വെള്ള ശർക്കര എടുത്താലും മതിയാവും. ഇനി ഒരു 1/4 കപ്പ് ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ അത്യാവശ്യം നോർമൽ ഒരു മധുരമാണ് ഇതിനുണ്ടാവുക. അപ്പോൾ കുറച്ചും കൂടെ നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് ശർക്കര എടുക്കുക. അതിൻ്റെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. ഒരു നൂൽ പാവൊന്നും ആവേണ്ട ആവശ്യമില്ല. നമ്മൾ ശർക്കര പൊടിച്ചെടുത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് മെൽറ്റായി കിട്ടും. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 250 ml കപ്പിന് 1.25 കപ്പ് ശർക്കരയാണ്. അപ്പോൾ അളവ് കപ്പില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ ചായ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഗ്ലാസിന്റെ അളവിന് 1.25 കപ്പ് ശർക്കര എടുത്താൽ മതിയാവും. അത്യാവശ്യം മധുരം ഉണ്ടാവും, നോർമൽ മധുരമായിരിക്കും. കുറച്ചും കൂടെ നല്ല മധുരമൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അളവ് കപ്പിനായാലും അതുപോലെ തന്നെ നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിലായാലും 1.5 കപ്പ് ശർക്കര എടുക്കുക. ഇതെല്ലാം ഒന്ന് മെൽറ്റായി വരട്ടെ. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. ശർക്കര പാനിയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം കല്ലും മണ്ണും അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് അരിച്ച് ഒഴിച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇപ്പൊ ഞാൻ എടുത്ത ശർക്കര മറയൂർ ശർക്കരയാണ്. അപ്പൊ അതിൽ കല്ലും മണ്ണും അഴുക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ അരിച്ചൊഴിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ എടുക്കുന്ന ശർക്കരയിൽ കല്ലും മണ്ണും അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് അരിച്ച് ഒഴിച്ചിട്ട് വേണം ബാക്കി ചെയ്യാനായിട്ട്. ഇപ്പൊ ഞാൻ അരിച്ചൊഴിക്കാത്തത് കൊണ്ട് കുറച്ചൊന്ന് നമുക്ക് വറ്റിച്ചെടുക്കാം ഈ ശർക്കര പാനി. ഒരു നൂൽ പാവൊന്നും ആയി പോകരുത്. ജസ്റ്റ് ഒന്ന് നല്ലതുപോലെ തിളച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ ശർക്കര പാനി ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. 2 മിനിറ്റ് കൂടുതൽ ഇളക്കരുത്, എന്നാൽ പിന്നെ ഒരു നൂൽ പാവമായി പോവും. അങ്ങനെയൊന്നും ഉണ്ടാവരുത്. ജസ്റ്റ് ഒന്ന് കുറുകി കിട്ടിയാൽ മാത്രം മതി. അതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് കുറുക്കിയെടുക്കാൻ. ഇനി ഇതിലേക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് തേങ്ങ ചിരകി എടുത്തിട്ടുള്ളതാണ്. 2 കപ്പ് തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 250 ml കപ്പിന് 2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ തേങ്ങയും ശർക്കര പാനിയും എല്ലാം ഒന്ന് യോജിച്ച് കിട്ടണം. ഇനി ശർക്കര പാനിയും തേങ്ങയും എല്ലാം യോജിച്ച് നല്ലതുപോലെ ഒന്ന് വറ്റി വരണം. അപ്പൊ നിങ്ങൾക്ക് തേങ്ങ കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ 1 കപ്പ് തേങ്ങയും അതുപോലെ തന്നെ ഇതിലേക്ക് 1 കപ്പ് അവിലും കൂടെ ചേർത്ത് കൊടുത്താൽ മതിയാകും. വെള്ളാവിലോ ചുമന്നാവിലോ ഏതെങ്കിലും ചേർത്ത് കൊടുത്താൽ മതിയാകും. രണ്ടും കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. തേങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം സൈസ് തേങ്ങ ഇതുപോലെ ചിരകി ഇതുപോലെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതിയാകും. തേങ്ങ കിട്ടാനില്ലെങ്കിൽ മാത്രം കുറച്ച് അവിലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. തേങ്ങ എടുത്താൽ അതേ അളവ് കപ്പിൽ തന്നെ അവിലും എടുക്കുക. ഇതിനൊന്നും വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അതെല്ലാം ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ഡ്രൈ ആവാൻ നിൽക്കണ്ട. കുറച്ച് ഇതിൻ്റെ ചൂടൊക്കെ മാറിക്കഴിയുമ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടും. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ചുക്കുപൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഏലക്കപ്പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഞാനിപ്പോൾ പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ച ഏലക്കപ്പൊടിയാണ് 1 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ എടുക്കുന്ന ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു 4 എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 3 ഒന്ന് തല്ലി ഇട്ട് കൊടുത്താലും മതി. ഇനി ഒന്ന് ഇളകി കൊടുക്കാം. ഒരുപാട് ഇതുപോലെ ഡ്രൈ ആവരുത്, ചെറിയ ഒരു നനവുണ്ടായിരിക്കണം. ഇനി ഫ്ലെയിം ഓഫാക്കി നല്ലതുപോലെ ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് റാഗിപ്പൊടി ഇട്ട് കൊടുക്കാം. പല സ്ഥലത്തും പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. റാഗിപ്പൊടി അഥവാ മുത്താറി അല്ലെങ്കിൽ കുവരക് എന്നൊക്കെ പല പേരിൽ അറിയപ്പെടും. ദിവസവും റാഗിപ്പൊടി വെച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ ദിവസവും കഴിക്കുന്ന ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ്. ദിവസവും കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും കഴിക്കുന്നത് ഒരുപാട് നല്ലതായിരിക്കും. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഹെൽത്തി ആയിട്ട് ഒരുപാട് നല്ലതാണ് ഈ റാഗിപ്പൊടി വെച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ. അപ്പം 2 കപ്പ് 250 ml കപ്പിന് 2 കപ്പ് റാഗിപ്പൊടിയാണ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഉപ്പ് റാഗിപ്പൊടിയും ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കലക്കിയെടുക്കാം.
അപ്പോൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം കലക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് വെള്ളം കൂടി പോകരുത്. കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് കലക്കിയെടുക്കാം. സാധാരണ പച്ചവെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ 1 കപ്പ് വെള്ളം ഫുള്ളായിട്ട് ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് കട്ടിയല്ല, ഒരുപാട് ലൂസും അല്ല, ആ ഒരു രീതിക്ക് വേണം ഈ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. വീണ്ടും 1 കപ്പ് വെള്ളം ഇതാ എടുത്തിട്ടുണ്ട്. കുറച്ചായിട്ട് ഒഴിച്ച് കലക്കിയെടുക്കാം. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ ബാറ്റർ ഇതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം എനിക്കിപ്പോൾ 250 ml കപ്പിന് 1.5 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ. ഈ ഒരു രീതിക്ക് വേണം ബാറ്റർ റെഡിയാക്കി എടുക്കുക. ദോശമാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിന് ബാറ്റർ റെഡിയാക്കി എടുക്കുക. കുറച്ച് വാഴയില കുറച്ച് ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇല ഒന്ന് വാട്ടി എടുത്തിട്ടുള്ളതാണ്. കുറച്ച് വലിപ്പത്തിൽ വേണം ഇതുപോലെ ഇല ഒന്ന് കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് കഴുകി എടുക്കുക. കഴുകി തുടച്ചതിന് ശേഷം ഇല ഒന്ന് വാട്ടിയെടുക്കാം. അപ്പൊ അങ്ങനെ എടുത്തിട്ടുള്ള ഇലയാണ്. ഇല വാട്ടി വേണം എടുക്കാനായിട്ട്. അപ്പൊ ഞാൻ എന്താ വാട്ടിയെടുത്ത വാഴയിലയിൽ നിന്നും ഒരു വാഴയില എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കനം കുറച്ച് പരത്തി കൊടുക്കാം. ഇനി ഇതിൻ്റെ നടുവിലായിട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഈ ഇല ഒന്ന് മടക്കി കൊടുക്കാം. ഈ വശം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് 2 ഇലയും ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് ഈ 2 അറ്റവും ഒന്ന് മടക്കി കൊടുക്കാം. അപ്പം ഈ വശം ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. ഈ വശവും അകത്തേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കാം. ഈ ഒരു രീതിക്ക് റെഡിയാക്കി എടുക്കാം. ഇത് ആദ്യത്തെ രീതിയാണ്. അപ്പോൾ രണ്ടാമത്തെ രീതി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു രീതിക്ക് റെഡിയാക്കി എടുക്കുക. ഈ ഒരു സമയം കൊണ്ട് തന്നെ ഇത് ആവിയേറ്റ് വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുക. അപ്പോൾ നമ്മളിത് ലിക്വിഡ് ആയിട്ടുള്ള മാവ് പരത്തി എടുത്തിട്ടുള്ളത്. അപ്പം ഇലയിൽ നിന്നും ഒലിച്ചിറങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആവിയേറ്റാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി തട്ടിലേക്ക് വയ്ക്കുക. അടുത്തത് 1 സ്പൂൺ മാവ് ഒഴിക്കുക. ഒന്ന് പരത്തി കൊടുക്കുക. ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഇതൊന്ന് മടക്കി കൊടുക്കാം. അപ്പം ഇതാണ് ഒരു രീതി എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. അപ്പം മാവ് കോരി ഒഴിച്ച് ഇലയിൽ പരത്തി എടുക്കുന്ന സമയത്ത് തന്നെ വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. ഇപ്പം ഞാൻ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ ഒരു തട്ടും കൂടി വെച്ച് കൊടുത്തു. ആദ്യം ചെയ്തത് പെട്ടെന്ന് തന്നെ വെച്ച് കൊടുക്കുക. ഈ ചൂട് കൊണ്ട് തന്നെ മാവ് ഒലിച്ചിറങ്ങുന്നത് അങ്ങ് നിന്നോളൂ. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ പെട്ടെന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ അതെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓരോന്നും ഇലയിൽ മാവ് ഒഴിച്ച് ഫില്ലിങ് വെച്ച് അപ്പോൾ തന്നെ ഇത് ആവിയേറ്റാൻ വെക്കുക. അത് ഈ ലിക്വിഡായിട്ട് മാവ് തയ്യാറാക്കി എടുത്തതുകൊണ്ട് ഇലയിൽ നിന്ന് മാവ് ഒലിച്ചിറങ്ങും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്തിട്ടെടുക്കുക. ഇപ്പോൾ അതെല്ലാം ആവിയേറ്റാൻ വെച്ചിട്ടുണ്ട്. മൂടി വെച്ച് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ആവിയേറ്റിയെടുക്കാം. വയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 20 മിനിറ്റായി. ഇനി തുറന്ന് നോക്കാം. ഇപ്പം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി ജസ്റ്റ് ഇതിൻ്റെ ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ചൂട് മാറിയിട്ട് ഇഡ്ഡലി ചെമ്പിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. ഇന്ന് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഒന്ന് തുറത്ത് കാണിച്ചു തരാം. ഇപ്പൊ കണ്ടില്ലേ, ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കഴിക്കാനും അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ 2 രീതിയിലാണ് ഇലയുടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഈ റാഗിപ്പൊടി വെച്ചിട്ടുള്ള ഇലയുടെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്